ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു, ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും സൈക്കോളജി. അപ്പോൾ ആ ഒരു സൈക്കോളജിയൊക്കെ വലിയ പ്ലെയേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക്, ഒരു ABC എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് അപ്പ് സൈഡിലോട്ട് ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുവാണ്. ഫൈനലി ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. ദെൻ ഈ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഒരു സ്റ്റോക്ക് ഇപ്പം ഉള്ളത് 100 രൂപയിലാണ്. ഇപ്പം കറൻറ്റ് പ്രൈസ് ഉള്ളത് 100 രൂപയിലാണുള്ളത്. അപ്പം ഒരു ട്രേഡർ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ ഒരാളെ എടുക്കാം, രാജു. ഓക്കെ, രാജു എന്ന് പറഞ്ഞ ഒരു ട്രേഡർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ വളരെ സ്കിൽഡ് ആയിട്ടുള്ളൊരു ട്രേഡറാണ്. ഓക്കെ, നല്ല രീതിയിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ ചെയ്യും, നല്ല നോളജുള്ള ഒരാളാണ്. പുള്ളിക്കാരൻ ഈ ഒരു സ്റ്റോക്ക്, പർട്ടിക്കുലർ സ്റ്റോക്ക് ABC എന്ന് പറഞ്ഞ സ്റ്റോക്കിനെ പറ്റി നന്നായി പഠിച്ചു, അതിൻ്റെ ടെക്നിക്കലും അനാലിസിസും കാര്യങ്ങളൊക്കെ പഠിച്ചു, അതിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്ത് ഒക്കെ നോക്കി. ആൻഡ് രാജു എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പം 100 ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. വരുന്ന വർഷങ്ങളിൽ വലിയ ഗ്രോത്ത് തരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ, ആ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഫൈനലി രാജു എന്ന് പറഞ്ഞ ഒരു ട്രേഡർ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ഒരു ബൈ എൻട്രി എടുത്തു. ബൈ അറ്റ് 100 രൂപയിൽ അവിടുന്ന് ബൈ ചെയ്തു. ഓക്കെ, നേരത്തെ പറഞ്ഞ രാജു വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡറാണ്. രാജുവിന് അറിയാം ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രൊബബിലിറ്റി മാത്രമാണ്. ഇൻ കേസ് നമ്മൾ റോങ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാജു എന്ത് ചെയ്യും, ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തു. ഇതൊരു 95 റുപ്പീസ് ആണെന്ന് എക്സാമ്പിൾ വിചാരിക്കാം. 95 റുപ്പീസിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തു. ഓക്കെ, അപ്പം ഇതാണ് രാജു ഒരു എൻട്രി എടുത്തത്. രാജു എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ആളെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഒരുപാട് രാജുമാരുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇതേ രീതിയിൽ അനലിസിസ് ചെയ്യുന്നുണ്ടാവും, ഈ സ്റ്റോക്കുകൾ വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് പേര് എൻട്രി എടുത്തിട്ടുണ്ടാവും. ഈ ഒരു 95ൻ്റെ താഴെ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു സ്റ്റോപ്പ് ലോസസിൻ്റെ ഒരു ക്ലസ്റ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ഏരിയൻ്റെ താഴെ നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോപ്പ് ലോസസ് ഉണ്ട്. ഇവിടുന്ന് ബൈ എൻട്രി എടുത്ത ആൾക്കാരുടെയൊക്കെ സൈക്കോളജി പരമായിട്ട് ഈ ഒരു ലെവലിൻ്റെ താഴെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അറിയുന്ന ആൾക്കാരുണ്ട്. അതായത് നോർമൽ ആയിട്ടുള്ളൊരു റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ, രാജുവിനെ പോലുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് റീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ഓൾസോ വലിയ, ഇപ്പം ഫോർ എക്സാമ്പിൾ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ്, അതെല്ലാം മാർക്കറ്റിലെ ഓപ്പറേറ്റേഴ്സ്, ഇവരൊക്കെ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. ഇവരുടെ കയ്യിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്, ആൽഗോരിതമിക് ആയിട്ടുള്ള ട്രേഡിംഗ് എടുക്കുന്ന സെറ്റപ്പുകളുണ്ട്, ഏറ്റവും ഫാസ്റ്റായിട്ട് ഡാറ്റകൾ കിട്ടുന്നുണ്ട്. അപ്പം അവർ ഇതേ രീതിയിൽ സ്റ്റോക്കിനെ അനലൈസ് ചെയ്ത സമയത്ത് അവർക്കും ഫീൽ ചെയ്തു, ഓക്കെ മാർക്കറ്റ് മേ ബി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് തരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ ആസ് എ ഒരു ഇപ്പം രാജുവിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ ഒരു നോർമൽ റീറ്റെയിൽ ട്രേഡറാണ്. ഇപ്പോൾ കൂടി വന്നിട്ടുണ്ടെങ്കിൽ എത്ര രൂപ ഉണ്ടാവും കയ്യിൽ? കുറച്ച് ലക്ഷങ്ങളുണ്ടാവും അല്ലേ? എന്തായാലും കോടികളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, കുറച്ച് ലക്ഷങ്ങളുണ്ടാവും അല്ലേ? ഒരു സാധാരണ റീറ്റെയിൽ ട്രേഡേഴ്സിന് ഓൺ ആൻ ആവറേജ് കുറച്ച് ലക്ഷങ്ങളുണ്ടാവും. ചെറിയ എമൗണ്ട് മാത്രമേ നോർമലി റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ, അവർ ബൈ ചെയ്യുന്നുള്ളത്. ഓക്കെ, ബട്ട് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ് അവരുടെ കയ്യിൽ എപ്പോഴും കോടികളായിരിക്കും ഉണ്ടായിരിക്കാം. വലിയ എമൗണ്ട് അവരുടെ കയ്യിലുണ്ടാവും, വലിയ ഫണ്ടുകൾ അവരുടെ കയ്യിലുണ്ടാവും. അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓപ്പറേറ്റർ നോക്കുവാണ്, ഓക്കെ ഈ സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് മനസ്സിലാക്കിയിട്ട് ഒരു 100 കോടി രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു ഫസ്റ്റ്. ഓക്കെ, അപ്പം ഈ ഒരു ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് 100 രൂപ ഇപ്പോൾ ഉള്ള കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ 100 കോടിക്ക് ബൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറ്റുമോ? ഇല്ല, ഒരിക്കലും പോസിബിൾ അല്ല. കാരണം 100 കോടിക്ക് ബൈ ചെയ്യുവാണെങ്കിൽ അത്രയും എമൗണ്ടിൽ വേറെ ആരെങ്കിലും സെല്ല് ചെയ്യണം, അല്ലെങ്കിൽ അത്രയും സെൽ ഓർഡർ അവിടെ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ. ഇപ്പം നോർമലി ഇവിടെ നിന്നൊരു 100 കോടിക്ക് ഒരു ഓർഡർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, റൈറ്റ്, ഇവിടെ നിന്ന് 100 കോടിക്ക് ഒരു ബൈ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഓർഡർ എല്ലാം എക്സിക്യൂട്ട് ആവണം നിർബന്ധവുമില്ല. അതുകൂടാതെ ഹ്യൂജ് ബൈ ഓർഡർ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകും. അങ്ങനെ വരുന്ന സമയത്ത് ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓപ്പറേറ്ററിനെ സംബന്ധിച്ചിട്ട് നഷ്ടമായിരിക്കും, എപ്പോഴും ഹയർ പ്രൈസിൽ ബൈ ചെയ്യേണ്ടി വരും. അപ്പം വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും, സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ എക്സ്പെക്ട് നോക്കി ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന രീതിയിൽ അവർ മാർക്കറ്റിനെ അനലൈസ് ചെയ്യും. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഡാറ്റാസ്, അവരുടെ കയ്യിലുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അവരുടെ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ അവർ ഒരു റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ മൈൻഡൊക്കെ റീഡ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാക്കി ഈ ഒരു 95ൻ്റെ താഴെ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ടെന്നുള്ളത്. ഒരുപാട് SL ഓർഡർ ഇവിടെയുണ്ട്, റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെയൊക്കെ SL ഓർഡർ ഉണ്ട്.
അല്ലെങ്കിൽ മാർക്കറ്റ് ഇതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് നോർമലി താഴെ നിന്ന് ബൈ ചെയ്ത ആൾക്കാരുണ്ടാവും അല്ലേ, ഒരുപാട് പേര് ഇവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ടാവും. അവരൊക്കെ പാനിക് ആവാനുള്ള സാധ്യത ഉണ്ട് എന്ന റീസൺ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, അവർ വിചാരിക്കുന്നു ഓക്കെ ഈ ഒരു കറണ്ട് പ്രൈസ് 100 രൂപയിൽ നിന്ന് എങ്ങനെയെങ്കിലും പ്രൈസ് ഒന്ന് താഴോട്ട് എത്തിക്കുവാണെങ്കിൽ നമുക്ക് അവരുടെ കയ്യിലുള്ള സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിപ്പിച്ചെങ്കിൽ അവരുടെ കയ്യിൽ നമുക്ക് സ്റ്റോക്ക് നമുക്ക് വാങ്ങുകയും ചെയ്യും. അതായത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു എമൗണ്ട് 100 കോടിക്ക് നമുക്ക് ട്രാൻസാക്ഷൻ അവിടെ നടക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് അവരുടെ പ്ലാൻ. അതിനുവേണ്ടി അവരെന്താണ് ചെയ്യുന്നത്, ഈ ഒരു കറണ്ട് പ്രൈസിൽ ഒരു ലാർജ് സെല്ലിംഗ് ഓർഡർ കൊടുക്കും. ഒരു ലാർജ് സെൽ ഓർഡർ അവർ ചെയ്യും. സോ സെൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് ഓർഡറിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലാർജ് സെൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്യും, ആ ഒരു ഓർഡർ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ബയേഴ്സ് അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, വളരെ ഷാർപ്പിലി മാർക്കറ്റ് എന്ത് ചെയ്യും, താഴോട്ടൊരു മൂവ്മെൻറ്റ് നടത്തും. എവിടെയാണോ ബയേഴ്സ് ഉള്ളത് ആ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യും. ഓക്കെ, അത് നമുക്കറിയാം, അത് ഇവർക്ക് അറിയാം. കാരണം അത്രയും വലിയൊരു ഓർഡർ ആയിരിക്കും അവർ കൊടുക്കുന്നത്. അപ്പം ഒരു മാർക്കറ്റിലൊരു ഷാർപ്പ് ഡിപ്പ് അവിടെ വരും. സോ ഡിപ്പ് താഴോട്ട് വന്ന് 95 താഴോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നോർമലി ബൈ ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ അവിടെയുണ്ട്. സോ ബൈ ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി അതെന്താണ്, ഒരു സെൽ ഓർഡറാണ് അല്ലേ. അവരുടെ SL എന്ന് പറയുന്നത് ഒരു സെൽ ഓർഡറാണ്. അപ്പോൾ അവരുടെ സെൽ ഓർഡർ വീണ്ടും ഹിറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു സഡൻ ഡിപ്പ് മാർക്കറ്റിലുണ്ടാവും. മേ ബി ഒരു 90 രൂപയോ ഒരു 93 അല്ലെങ്കിൽ ഒരു 90 രൂപയിലൊക്കെ മാർക്കറ്റ് വരും. അപ്പം ആ ഒരു ടൈമിൽ ഈ ഒരു ഏരിയയിൽ വളരെയധികം ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ഈ ഒരു വലിയൊരു ഫണ്ട് അവിടെ നിന്ന് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അവർ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചിട്ട് അവർ ആ ഒരു ഓർഡർ കൺവേർട്ട് ചെയ്ത് അവരുടെ എമൗണ്ട് അതായത് ഓപ്പറേറ്റർ ആ ഒരു എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, എക്സാക്ട്ലി ഈ ഒരു റീറ്റെയിലറുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. പിന്നെ ഈ ഒരു ഹ്യൂജ് സെൽ ഓർഡർ ആണ് ആദ്യം. അപ്പം മാർക്കറ്റിൽ ചെറിയൊരു വോളാറ്റിലിറ്റി ഉണ്ടാവും. പിന്നീട് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിലൈസ് ചെയ്ത് വീണ്ടും അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് ചെയ്യും. ഇതാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നത്. നമ്മളെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കും മാർക്കറ്റ് ഇപ്പോൾ താഴോട്ട് പോകും എന്നുള്ളത്. സോ നമ്മൾ മുൻപേ ഹോൾഡ് ചെയ്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് സെല്ല് ചെയ്യും. അത് ബൈ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റിലെ ഓപ്പറേറ്റർ ആയിരിക്കും. അങ്ങനെ ബൈ ചെയ്തിട്ട് അവർ പ്രോഫിറ്റോടെ. ഇത് പല ആൾക്കാരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് ആ ഒരു സ്റ്റോപ്പ് ലോസ് കറക്റ്റ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ മാത്രമല്ല, നമ്മളുടെ എല്ലാവരെയും മൈൻഡ് സെറ്റ് ഒരുമിച്ച് റീഡ് ചെയ്യുന്നതുകൊണ്ട് ആണ്. ഓൾസോ നമ്മൾ സിസ്റ്റമിൽ ഒക്കെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്ന സമയത്ത് ഏകദേശം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു ഓർഡർ എവിടെയാണ് വന്ന് കിടക്കുന്നത്, ഇവിടെ എത്രത്തോളം സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ട് കാര്യങ്ങളൊക്കെ. സോ കറക്റ്റ് അത് റീഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അവരവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിപ്പിക്കുന്നു. ദെൻ അഗെയിൻ അവർ ബൈ ബാക്ക് ചെയ്യുന്നു. ദെൻ അഗെയിൻ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ഇതാണ് നോർമലി സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നത്. ഇത് നോർമലി എന്താണ്, ഇൻട്രാഡേ ചെയ്യുന്ന സമയത്ത് ഇത് ലോങ് ടേമിൽ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എടുത്ത് ലോങ് ടേമിൻ്റെ ആണ്. അപ്പോൾ ഇത് സ്റ്റോക്കിൽ ലോങ് ടേമിലും സംഭവിക്കാറുണ്ട്. റൈറ്റ്, മാർക്കറ്റിനെ ഒന്ന് പേടിപ്പിച്ചിട്ട് റീറ്റെയിൽസ് കയ്യിൽ നിന്ന് ബൈ ചെയ്യും. റീറ്റെയിൽസ് സെല് ചെയ്യുന്ന സമയത്ത് അത് തിരിച്ച് ബൈ ചെയ്ത് ഓപ്പറേറ്റേഴ്സ് മാർക്കറ്റിനെ വീണ്ടും മുകളിലോട്ട് പോകും. എസ്പെഷ്യലി ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ മെയിൻ പരിപാടി അത് തന്നെയാണ്. പിന്നെ ഉള്ളത് ഇൻട്രാഡേ ചാർട്ടിലും ഇത് നോർമലി ഉണ്ടാവാറുണ്ട്. സോ മെയിനായിട്ട് ചില ദിവസങ്ങളിൽ ചില സ്റ്റോക്കുകൾ വളരെയധികം വോളിയമൊക്കെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വോളിയം ക്രിയേറ്റ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഇതുപോലെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ട് റീറ്റെയിൽസിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ട് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇൻട്രാഡേ ചാർട്ടിൽ നമുക്കിത് കാണാൻ പറ്റും. ദെൻ അഗെയിൻ ഇൻഡെക്സ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്ന FNO ചെയ്യുന്ന സമയത്ത് നമുക്കിത് കാണാൻ പറ്റും. ഓപ്ഷൻസിലും ഇതേ കാര്യങ്ങളുണ്ട്. ഓപ്ഷൻസിലും മെയിനായിട്ട് ഓപ്ഷൻ സെല്ലേഴ്സാണ് കൂടുതലും. വലിയ സ്പൈക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റിൽ അല്ല. പ്രീമിയത്തിൽ വളരെ ഷാർപ്പ് സ്പൈക്കുകളൊക്കെ ഉണ്ടാവും. ആൻഡ് സഡൻ ഡിപ്പുകൾ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് തന്നെയാണ്. ഓക്കെ, നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഒരു സഡൻ ഡിപ്പ് ഓപ്ഷനിൽ ചിലപ്പോൾ ഇങ്ങനെ പ്രൈസ് നടന്നുകൊണ്ടിരിക്കുമായിരിക്കും ഓപ്ഷൻ പ്രീമിയം, പെട്ടെന്നൊരു സഡൻ ഡിപ്പ് വരും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് തിരിച്ച് അതുപോലെ കയറിപ്പോവും. അപ്പോൾ ആ ഒരു സഡൻ ഡിപ്പ് വരുന്നത് അത് തന്നെയാണ്. ഒരു ലാർജ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ഓർഡറോ അല്ലെങ്കിൽ ബൈയിങ് ഓർഡർ ഇടുന്ന സമയത്ത് മാർക്കറ്റിന് അത് അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഏത് ഓർഡറാണോ അതിനനുസരിച്ചിട്ട് ഒരു ഷാർപ്പ് ഡൗൺ സൈഡ് മൂവും അല്ലെങ്കിൽ ഒരു അപ്സൈഡ് മൂവ് ഉണ്ടാവും. ആ ഒരു അപ്സൈഡ് മൂവിൽ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഓപ്ഷൻ സെല്ലേഴ്സ് അറിയാം, ഒരു സഡൻ സ്പൈക്ക് പ്രീമിയത്തിൽ വരുന്ന സമയത്ത് അവർക്ക് സെല്ല് ചെയ്യുന്നത് ഏറ്റവും ഹയർ പ്രൈസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിൽ അവർ സെല്ല് ചെയ്യും. ദെൻ അഗെയിൻ പ്രൈസ് താഴോട്ട് പോകുന്നവർക്ക് അറിയാം, അതിനനുസരിച്ചിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെ അവർ ചെയ്യുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് എപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. ഓക്കെ, ഇനി ഇത് എങ്ങനെ ഒഴിവാക്കാം എന്ന് ചോദിക്കുവാണെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊന്ന് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം. ദെൻ മെയിനായിട്ടുള്ളത് സൈക്കോളജിക്കൽ ലെവൽ അല്ലെങ്കിൽ റൗണ്ട് നമ്പേഴ്സൊക്കെ ഉണ്ടല്ലോ.
സൈക്കോളജിക്കൽ ലെവൽ അല്ലെങ്കിൽ റൗണ്ട് നമ്പേഴ്സിൻ്റെ ഒന്നും താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു 105 ട്രേഡ് എടുത്തു. ഓക്കെ, സോ 105 ഒരാൾ ബൈ ചെയ്യുന്ന സമയത്ത് നോർമലി ഒരു ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സിൻ്റെ സൈക്കോളജി തന്നിട്ടുണ്ടെങ്കിൽ 100 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളതാണ് അല്ലേ. പല ആൾക്കാരും ചെയ്യുന്നതാണ്. ഒരു റൗണ്ട് നമ്പറിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കും, 100 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാവുന്ന രീതിയിൽ വെക്കും. എക്സാക്ട്ലി അത് ഹിറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ ലെവലിൻ്റെ തൊട്ട് താഴെ എന്ന രീതിയിൽ വെക്കാതിരിക്കുക, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വെക്കുക. ദെൻ പ്രോപ്പർ പൊസിഷൻ സൈസിങ് ചെയ്യുക. എല്ലാവരും വാച്ച് ചെയ്യുന്ന ലെവൽസിൽ ബ്രേക്കൗട്ടിലൊക്കെ നമ്മൾ ട്രേഡുകൾ എടുക്കുന്ന സമയത്ത് നമ്മളെന്താണ്, ഒന്ന് പൊസിഷൻ സൈസിങ് ശ്രദ്ധിക്കുക. എടുക്കുന്ന ക്വാണ്ടിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ ക്വാണ്ടിറ്റി ഒന്നും ട്രേഡ് ചെയ്യാതിരിക്കുക, എസ്പെഷ്യലി ബിഗിനിങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ. കറക്റ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ച് ഹിറ്റ് ചെയ്യുന്ന കാരണം അപ്പോൾ പൊസിഷൻ സൈസിങ് കുറക്കുക. ദെൻ നെക്സ്റ്റ് മാർക്കറ്റിൽ കണ്ടിന്യൂസ് ലേൺ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ആൻഡ് ഇത് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള മൂവ്മെൻറ്റ് എങ്ങനെയാണ്, മാർക്കറ്റ് ചിലപ്പോൾ സഡൻ മൂവ്മെൻ്റ് ആണോ വരുന്നത്, അതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക. മാർക്കറ്റിൽ മുൻപത്തെ ഹിസ്റ്റോറിക്കൽ ചാർട്ടൊക്കെ നോക്കി നമ്മൾ അനലൈസ് ചെയ്യുക. ദെൻ കമ്മിങ് ലൈവ് മാർക്കറ്റിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവരുടെ സൈക്കോളജിക്ക് അനുസരിച്ച് നമുക്ക് ട്രേഡുകൾ കൺസിഡർ ചെയ്യാനും വേണ്ടി പറ്റും. ഓക്കെ, സോ ഇതാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ അറ്റ്ലീസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നു, അതിനൊരു 1000 ലൈക്ക് എങ്കിലും ഈ ഒരു വീഡിയോക്ക് തരാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക് എന്നത് ലിക്വിഡിറ്റി സ്വീപ്പ്. എങ്ങനെയാണ് ലിക്വിഡിറ്റി യൂസ് ചെയ്തിട്ട് ബിഗ് ഓപ്പറേറ്റേഴ്സ് റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുന്നത് എന്ന കൺസെപ്റ്റ് കൂടി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ, താങ്ക് യു.